ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചന ശിവരാമൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അതേസമയം കതക് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെയെങ്ങും ആരും കാണാത്തതുകൊണ്ട് തന്നെ അർച്ചന പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ അയൽപക്കത്തുള്ളൊരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയാണ്. ശിവരാമേട്ടൻ എവിടെ പോയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അറിയില്ലെന്നും കുറച്ചു മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കണ്ടായിരുന്നെന്നും അവർ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന സംശയത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാടിന്റെ നടുക്ക് ചെന്ന് ഓട്ടോയിൽ ഇറങ്ങുന്ന ശിവരാമനെയാണ്. നിങ്ങളെന്താ ഈ കാടിന്റെ അകത്ത് ഇറങ്ങുന്നതെന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ശിവരാമൻ അയാളോട് കള്ളം പറയുകയാണ്. ഇവിടെ നിറച്ച് മൃഗങ്ങളൊക്കെ ഉള്ളതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോകുന്നു. അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന ശിവരാമൻ കുഞ്ഞിനെ കാടിന്റെ നടുവിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഒരു ഭിക്ഷക്കാരൻ നദിയുടെ അടുത്തേക്ക് വരികയും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെ കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു. താൻ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് സച്ചി ചോദിക്കുമ്പോൾ ശിവരാമന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം അർച്ചന സച്ചിയോട് പറയുകയാണ്. ഞാനിപ്പോൾ എന്താണെങ്കിലും ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് ഭിക്ഷക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരാള് അവന്റെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങാൻ വേണ്ടി വരുന്നു. കുഞ്ഞിനെ കാണുന്ന അയാൾ പറയുകയാണ്, ഇതിന്റെ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് കരിയെല്ലാം വാരി തേച്ചേക്ക്, വേണമെങ്കിൽ ഒരു കയ്യോ കാലോ ഒടിച്ചേക്ക്, അതാകുമ്പോൾ കൂടുതൽ പണം കിട്ടുമല്ലോ, നീ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇണക്കിയെടുക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. മാതാവിന്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ ഒന്നും പറ്റാതെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അർച്ചന. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുന്ന അർച്ചന കാണുന്നത് ഭിക്ഷക്കാരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയാണ്. അർച്ചന ഞെട്ടലോടെ നിന്നതിന് ശേഷം അവരുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. ഇത് എൻ്റെ കുഞ്ഞാണെന്ന് അവർ പറയുമ്പോൾ, അല്ല, എനിക്കറിയാം ഈ കുഞ്ഞിനെ, കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തന്നതാണോ അതോ നിങ്ങൾ മോഷ്ടിച്ചതാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. മോഷ്ടിക്കാനോ, നിങ്ങൾ എന്ത് വിവരക്കേടായി പറയുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഇങ്ങ് തരാൻ പറഞ്ഞ് അർച്ചന അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ അവർ അർച്ചനയെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരവിടുന്ന് ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുമ്പോൾ അർച്ചനയും അവരുടെ പിന്നാലെ മറ്റൊരു ഓട്ടോയിൽ ചെല്ലുകയാണ്. അങ്ങനെ ആ ഭിക്ഷക്കാരി അവരുടെ താവളത്തിൽ എത്തുകയാണ്. അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലാൻ ഓട്ടോക്കാരനോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയാണ്, ഞാൻ വരില്ലെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അർച്ചന അവിടെ ഓട്ടോ ഇറങ്ങി നടക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന കുറച്ചുപേര് അർച്ചനയെ ശ്രദ്ധിക്കുകയും അർച്ചനയുടെ പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നു. തൻ്റെ പിന്നാലെ കുറച്ചുപേര് വരുന്നത് അപ്പോഴാണ് അർച്ചന ശ്രദ്ധിക്കുന്നത്. പേടിയോടെ അവിടെ നിന്ന് ഓടുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അവരും അർച്ചനയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അർച്ചന ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ മുന്നിൽ ഒരു ലോറി കൊണ്ട് നിർത്തുകയാണ്. ലോറിയിൽ നിന്നും മൈക്കിൾ പുറത്തേക്ക് വരുമ്പോൾ അർച്ചനയ്ക്ക് സമാധാനവും സന്തോഷവുമാകുന്നു. മൈക്കിളിനെ കണ്ടതോടെ അവരെല്ലാം പേടിയോടെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് മൈക്കിള് അർച്ചനയോട് എന്തു പറ്റിയെന്നും എന്താണ് ഇവിടെയെന്നും ചോദിക്കുന്നു. ശിവരാമന്റെ കാര്യങ്ങളെല്ലാം ആദ്യം മുതലേ അർച്ചന മൈക്കിളിനോട് പറയുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം മൈക്കിള് തൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.